ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് എന്നാ എസ് ബ്ലോക്ക് എലമെൻസിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോഹങ്ങളായിരുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എസ് ബ്ലോക്ക് എലമെൻസ് പഠിച്ചു തുടങ്ങുകയാണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. എസ് ബ്ലോക്ക് എലമെൻസ് എങ്ങനെയാണ് കേട്ടോ. മൂലകങ്ങൾ, എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. അവസാന ഇലക്ട്രോണുകൾ ബാഹ്യതമ എസ് ഓർബിറ്റലിൽ നിറയുന്നു. അതായത് ഇത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ആൽക്കലി ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിച്ച് കൂടുതൽ ക്ഷാരഗുണമുള്ള ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ ക്ഷാരലോഹങ്ങൾ എന്നും വിളിക്കുന്നു. പിന്നെ NS1 NS2 എന്ന് എഴുതിയിരിക്കുന്നത് ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കേട്ടോ. അടുത്ത് നോക്കി, വികരണ ബന്ധം. എന്താണ് വികരണ ബന്ധം? ഡയഗണൽ റിലേഷൻഷിപ്പ്. നമ്മൾ പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. വികരണ ബന്ധം എന്ന് പറഞ്ഞാൽ വികരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡയഗണലായിട്ട് വരുന്നത്, നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നത് വികരണം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഏകദേശം എങ്ങനെയായിരിക്കും? ഏകദേശം ഒരേ നേച്ചർ കാണപ്പെടും, ഇങ്ങനെ നേരെ വികരണമായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ നോക്കി, ഇവിടെ ബെറീലിയം നമ്മൾ നേരെ ഇങ്ങനെ പോരുകയാണെങ്കിൽ നോക്കി, പിന്നെ അലുമിനിയം കിടക്കണുണ്ടോ? ആ അലുമിനിയമായിട്ട് എങ്ങനെയാണ് വികരണ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വികരണ ബന്ധമുള്ള മൂലകങ്ങളുടെ സ്വഭാവം ഏകദേശം ഒരുപോലെയാണ്. കാരണം എന്താ? നമ്മൾ ഒരുപോലെയാണെന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടായിരിക്കാം? അവരുടെ അയോണിക വലുപ്പവും ചാർജ് ആര അനുപാതവും, ചാർജും റേഡിയസ് അല്ലെ, ചാർജ് റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് വരുന്നത് അവ തമ്മിൽ ഉണ്ടോ. അടുത്തത് എന്താ നോക്കി, ജലസംയോജന എൻതാൽപ്പി. എന്താണ് ജലസംയോജന എൻതാൽപ്പി? ഒരു മൂലകത്തിന് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം ഊർജം ആവശ്യമായി വരുന്നു എന്നതിൻ്റെ അളവാണ് ജലസംയോജന എൻതാൽപ്പി എന്ന് പറയുന്നത്. ഒരു മൂലകത്തിന് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൂലകം എടുക്കുകയാണ്, സോഡിയം എടുക്കുകയാണെങ്കിൽ സോഡിയവും ജലവും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എത്രമാത്രം ഊർജം ആവശ്യമായി വരുന്നു എന്നതിൻ്റെ അളവാണ് ജലസംയോജന എൻതാൽപ്പി എന്ന് പറയുന്നത്. അയോണിക വലിപ്പം കൂടുന്നതനുസരിച്ച് എൻതാൽപ്പി മൂല്യം എന്താ സംഭവിക്കുന്നത്? കുറയുന്നു. അയോണിക വലിപ്പം കൂടുക. ലിഥിയത്തിനാണ് അല്ലേ? ലിഥിയം എങ്ങനെയാണ്? ലിഥിയം ഏറ്റവും ചെറുതാണല്ലേ? അത് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും സീഷ്യം എങ്ങനെയാണ്? വലുതാണ്. അപ്പോൾ ലിഥിയവും സീഷ്യവും എടുത്ത് നോക്കുകയാണെങ്കിൽ അയോണിക വലിപ്പം കൂടുന്നതനുസരിച്ച് എങ്ങനെയാണ്? എൻതാൽപ്പി മൂല്യം എങ്ങനെയാണ്? കുറയുന്നു കേട്ടോ. ഫ്രാൻസിയം പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. അടുത്ത നമുക്ക് എസ് ബ്ലോക്കിൻ്റെ ഭൗതിക സ്വഭാവം നോക്കാം. വെള്ളി നിറമാണ്, അതുപോലെ സാന്ദ്രത കുറവാണ്, മൃദുവും ഘനം കുറവാണ്, മൃദുവാണ്. ലോഹീയ ബന്ധനം എങ്ങനെയാണ്? ദുർബലമാണ്. അതായത് ദുർബലം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവരായിരിക്കും. ദുർബലരായിട്ടുള്ള ആളുകൾ എങ്ങനെ? പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവരാണ്. അതിനാൽ അയണൈസേഷൻ എനർജി കുറവായിരിക്കും കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം, ലോഹങ്ങളും ജ്വാലയുടെ നിറവും. നോക്കി, ലിഥിയത്തിൻ്റെ ജ്വാലയുടെ നിറം എന്ന് പറയുന്നത് ക്രിംസൺ ചുവപ്പാണ്. അതുപോലെ സോഡിയത്തിൻ്റെ ആണെങ്കിൽ മഞ്ഞയാണ്. പൊട്ടാസ്യത്തിൻ്റേത് വയലറ്റാണ്. റുബീഡിയത്തിൻ്റെ ചുവപ്പ് കലർന്ന വയലറ്റ് വരുന്നു. സീഷ്യത്തിൻ്റെ ആണെങ്കിലോ നീലയാണ് കളർ വരുന്നത് കേട്ടോ, ജ്വാലയുടെ കളർ വരുന്നത്. അടുത്തൊരു ഫാക്ട് പറയുകയാണ്, സീഷ്യം, പൊട്ടാസ്യം എന്നിവയുടെ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഇലക്ട്രോഡുകളാക്കി എടുക്കുന്നുണ്ട്. ഇവ പ്രകാശത്തെ എങ്ങനെയാണ്? ആഗിരണം ചെയ്ത് ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു. അതുകൊണ്ടാണ് സീഷ്യം, പൊട്ടാസ്യം എന്നിവയുടെ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഇലക്ട്രോഡുകളാക്കി എടുക്കുന്നത്. സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാസസ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ വായുവുമായുള്ള പ്രവർത്തനം. വായുവുമായിട്ട് ലോഹങ്ങൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവയുടെ നിറം മങ്ങുന്നു. നിറം മങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഓക്സൈഡിൻ്റെ രൂപീകരണം. ഓക്സൈഡിൻ്റെ രൂപീകരണത്തിന് ശേഷം നോക്കി, ജലവുമായി പ്രവർത്തിക്കുന്നു. ജലവുമായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു?
ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. വായുവുമായുള്ള പ്രവർത്തനത്തിൽ നിറം മങ്ങുന്നു എന്ന് പറയുന്നത് നമ്മളൊരു ലോഹം എടുത്തപ്പോൾ അന്തരീക്ഷവുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അവയുടെ നിറം മങ്ങും അല്ലേ. അപ്പം നമ്മളിപ്പോൾ അയണിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അയൺ കുറേ കഴിയുമ്പോഴത്തേനും നമ്മൾ അന്തരീക്ഷവുമായിട്ട് റിയാക്ഷൻ സംഭവിച്ചു കഴിയുമ്പോൾ തുരുമ്പെടുക്കുന്നതായി നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ തുരുമ്പെടുത്ത് കഴിയുമ്പോൾ അവിടെ ആ അയണിൻ്റെ പുറമേ ആയിട്ട് എന്തിൻ്റെ കോട്ടിങ്ങാണ് വരുന്നത്? തുരുമ്പ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഓക്സൈഡാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ. ജലവുമായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഓക്സിജൻ കത്തി ഓക്സൈഡ് ഉണ്ടാകുന്നു. അതാ പറയുന്നത് നോക്കി. ലിഥിയം ആണെങ്കിൽ മോണോക്സൈഡാണ് ഉണ്ടാകുന്നത്. അതുപോലെ സോഡിയം ആണെങ്കിൽ പെറോക്സൈഡാണ് ഉണ്ടാകുന്നത്. മറ്റുള്ളവ എങ്ങനെയാണ്? സൂപ്പർ ഓക്സൈഡും നൽകുന്നു. അതാ കൊടുത്തിരിക്കുന്നത്. ലിഥിയം ഓക്സിജനുമായി പ്രവർത്തിച്ച് ലിഥിയം ഓക്സൈഡ് മോണോക്സൈഡാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. നോക്കി ലിഥിയം Li2 എന്നല്ല എഴുതിയേക്കുന്നത്. ഓയുടെ അവിടെ നോക്കിക്കേ, എന്തെങ്കിലും ഉണ്ടോ? ഒരു നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് മോണോക്സൈഡ് എന്ന് പറയുന്നത്. എന്നാൽ സോഡിയത്തിൽ നോക്കിക്കേ, സോഡിയത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നോക്കിയേ എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? 3 ഓക്സിജൻ ഉണ്ട് അല്ലേ. അന്നേരം അത് 1 അല്ല 2 അല്ല 3 എണ്ണം നിൽക്കുകയാണ്. അതാണ് പെറോക്സൈഡ് എന്ന് പറയുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ M+O2 ഗീവ്സ് MO2, അതായത് സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. എം എന്ന് പറയുന്നത് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അതൊക്കെ ആകാം. അടുത്ത ലിഥിയവുമായി ബന്ധപ്പെട്ട് ലിഥിയം നൈട്രൈഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. നോക്കി, ലിഥിയം അന്തരീക്ഷത്തിലെ നൈട്രജനുമായി ചേർന്നാണ് ലിഥിയം നൈട്രൈഡ് ഉണ്ടാകുന്നത്. ജലവുമായുള്ള പ്രവർത്തനമാണ് കേട്ടോ പറയുന്നത്. ജലവുമായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് എഴുതുകയാണ്. എം ആണ്. M+2H2O ഗീവ്സ് 2M+2OH പ്ലസ് H2 ഹൈഡ്രജൻ ഗ്യാസിന് തരുന്ന കേട്ടോ. ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം സോഡിയം അല്ലെങ്കിൽ ലിഥിയം, അതുമല്ലെങ്കിൽ പൊട്ടാസ്യം, അത് ജലവുമായി പ്രവർത്തിച്ച് കഴിയുമ്പം ഹൈഡ്രജൻ ഗ്യാസാണ് ഉണ്ടാകുന്നത്. ജലവുമായുള്ള പ്രവർത്തനം ലിഥിയത്തിന് ജലവുമായുള്ള പ്രവർത്തനം എങ്ങനെയാണ്? കുറവാണ്. ലിഥിയത്തിന് വലിപ്പക്കുറവും വളരെ കൂടിയ ജലസംയോജന എൻതാൽപ്പിയുമുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ അല്ലേ. ലിഥിയം എന്ന് പറയുമ്പോൾ വലിപ്പം കുറവാണ്. അതുകൊണ്ട് തന്നെ ജലസംയോജന എൻതാൽപ്പി എങ്ങനെയാണ്? വളരെ കൂടുതലാണെന്ന് പറഞ്ഞായിരുന്നു. വലിപ്പം കുറയുന്നതനുസരിച്ച് ജലസംയോജന എൻതാൽപ്പി കൂടുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അതേസമയം സീഷ്യത്തിൻ്റെ കേസിൽ സീഷ്യത്തിന് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്? ജലസംയോജന എൻതാൽപ്പി എങ്ങനെയാണ്? കുറവാണ്. പെട്ടെന്ന് ജലമായിട്ട് റിയാക്ട് ചെയ്യും. അതുപോലെ ആൽക്കഹോൾ, വാതക, അമോണിയ, ആൽക്കൈനുകൾ ഇവയുമായി ലിഥിയം എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ജലവുമായുള്ള പ്രവർത്തനം വളരെ കുറവാണ്. എന്നാൽ ആൽക്കഹോളും വാതക, അമോണിയൊക്കെ ആയിട്ട് ലിഥിയം നല്ല ടേംസിലാണ്, നന്നായി തന്നെ പ്രവർത്തിക്കും. അടുത്ത ഡൈഹൈഡ്രജനുമായിട്ടുള്ള പ്രവർത്തനമാണ് കേട്ടോ. ഡൈഹൈഡ്രൈഡ് ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് ഹൈഡ്രൈഡുകൾ ഉണ്ടാകുന്നു. ഡൈഹൈഡ്രൈഡ് ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? ഹൈഡ്രൈഡ് ഉണ്ടാകുന്നു. എല്ലാ ക്ഷാര ലോഹ ഹൈഡ്രൈഡുകളും ഉയർന്ന ദ്രവണാങ്കമുള്ള അയോണിക ഖരവസ്തുക്കളാണ്. അപ്പോൾ ഡൈഹൈഡ്രജനുമായുള്ള പ്രവർത്തനം മനസ്സിലായോ? നമുക്ക് ഡൈഹൈഡ്രൈഡ് ഹൈഡ്രജനുമായി പ്രവർത്തിച്ച ഹൈഡ്രൈഡുകളാണ് ഉണ്ടാകുന്നത്. എല്ലാ ക്ഷാര ഹൈഡ്രൈഡുകളും ഉയർന്ന ദ്രവണാങ്കമുള്ള അയോണിക ഖരവസ്തുക്കളാണ്. അടുത്തത് ഹാലജനുമായുള്ള പ്രവർത്തനം നോക്കാം. ഹാലജനുമായുള്ള പ്രവർത്തനം എന്താ പറയുന്നത്? അയോണിക ഹാലൈഡുകൾ ഉണ്ടാകുന്നു. ഹാലജനുമായി പ്രവർത്തിക്കുമ്പോൾ അയോണിക ഹാലൈഡുകൾ ഉണ്ടാകുന്നത്. അതിൽ ലിഥിയം ഹാലൈഡുകൾ ഏറെക്കുറെ സഹസംയോജക സംയുക്തങ്ങളാണ്. ലിഥിയത്തിൻ്റെ ഉയർന്ന ധ്രുവീകരണ കഴിവ്. ലിഥിയത്തിന് ഉയർന്ന ധ്രുവീകരണ കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും റിയാക്ഷനിൽ ഏതെങ്കിലും ഇപ്പം ക്ലോറിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ക്ലോറിൻ്റെ റിയാക്ഷനിലേക്ക് കയറി പെട്ടെന്ന് അവരുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ളൊരു കഴിവ്, അതാണ് ഉയർന്ന ധ്രുവീകരണ കഴിവ് എന്ന് പറയുന്നത്. എന്ത് പ്രശ്നത്തിലും കയറി പെട്ടെന്ന് ഇടപെടാനുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, അതിനാണ് നമ്മൾ ഉയർന്ന ധ്രുവീകരണ കഴിവ് എന്ന് പറയുന്നത്. പിന്നെ നിരോക്സീകരണ സ്വഭാവം. നിരോക്സീകരണ സ്വഭാവം എങ്ങനെയാണ്? പ്രബല നിരോക്സികാരികളാണ്. അതുപോലെ നിരോക്സീകരണ സ്വഭാവം കൂടുതൽ ഏതിനാണ്? ലിഥിയത്തിനാണ് നിരോക്സീകരണ സ്വഭാവം കൂടുതൽ, കുറവ് സോഡിയത്തിനാണ്.
അടുത്തതാണ് ദ്രാവക അമോണിയവുമായുള്ള പ്രവർത്തനം. ദ്രാവക അമോണിയവുമായുള്ള പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. ലോഹങ്ങൾ പ്ലസ് ദ്രാവക അമോണിയ. ലോഹങ്ങൾ ദ്രാവക അമോണിയമായി പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുത ചാലക സ്വഭാവമുള്ള കടും നീല ലായനിയാണ് ലഭിക്കുന്നത്. അതുപോലെ അവിടെ കിട്ടുന്നത് പാരാമാഗ്നറ്റിക് നേച്ചറാണ് ഉള്ള വസ്തുവാണ് കിട്ടുന്നത്. അതുപോലെ ഹൈഡ്രജൻ ഗ്യാസിനെയാണ് പുറന്തള്ളുന്നത്. പിന്നെ അതോ എന്തായിട്ട് മാറുന്നു? ഇത് ലോഹങ്ങളും ദ്രാവക അമോണിയങ്ങളും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് നേച്ചറുള്ള കടുനീല ലായനി ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവരപ്പം തന്നെ എന്തായിട്ട് മാറുന്നു? അമൈഡായിട്ട് മാറുന്നു കേട്ടോ. അമൈഡ് ഗ്രൂപ്പ് ഏതാ? NH2 ഗ്രൂപ്പ്. ഉയർന്ന ഗാഢതയിലുള്ള ലായനിയിൽ നീല നിറം വെങ്കല നിറം കാണിക്കുന്നു. ഉയർന്ന ഗാഢതയിലുള്ള ലായനിയിൽ നീല നിറം എങ്ങനെയാണ്? വെങ്കല നിറമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഇത് പ്രതികാന്തിക സ്വഭാവം. പ്രതികാന്തിക സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ പാരാമാഗ്നറ്റിക് നേച്ചർ കേട്ടോ. അടുത്തത് നോക്കി, ആധാർ നമ്മൾ എഴുതിയേക്കുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യം എഴുതിയേക്കുന്നതാണ്. പൊതുവായി പറയുകയാണെങ്കിൽ ലോഹങ്ങൾ അതാണ് M എന്ന് പറയുന്നത്, മെറ്റല്. പിന്നെ കാർബൺ എഴുതിയിരിക്കുന്നു. പിന്നെ അമോണിയ. കാർബൺ എഴുതിയേക്കുന്നു ഞാൻ പറഞ്ഞില്ലേ, അതെന്തുകൊണ്ട് കാർബൺ എഴുതിയേക്കുന്നു പറഞ്ഞേ? ദ്രാവക അമോണിയ എന്ന് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് അതാണ് കേട്ടോ. M+C+NH3 ഗിവ്സ് MnH2. NH2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമോ അമൈഡ് ഗ്രൂപ്പാണ് അല്ലേ? അതുപോലെ ഹൈഡ്രജൻ ഗ്യാസും. ക്ഷാര സംയുക്തങ്ങൾ പൊതുവെ എങ്ങനെയാണ്? അയോണിക സ്വഭാവമുള്ളവരാണ് കേട്ടോ. ക്ഷാര ലോഹ സംയുക്തങ്ങൾ പൊതുവെ അയോണിക സ്വഭാവം ഉള്ളവരാണ്. ലോഹ അയോണിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് പെറോക്സൈഡുകളുടെയും സൂപ്പർ ഓക്സൈഡുകളുടെയും സ്ഥിരത കൂടുന്നു. ലോഹ അയോണിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് പെറോക്സൈഡുകളുടെയും സൂപ്പർ ഓക്സൈഡുകളുടെയും സ്ഥിരത എങ്ങനെയാണ്? കൂടുന്നു. ആനയോണും കാറ്റയോണും വലുതായാൽ ലാറ്റിസ് ഊർജ പ്രഭാവങ്ങളിലൂടെ സ്ഥിരത നൽകുന്നു. കാറ്റയോണും ആനയോണും വിഘടിപ്പിക്കാൻ ആവശ്യമായ വിഘടിപ്പിക്കാൻ ഇപ്പം നമ്മൾ കാറ്റയോൺ ആനയോൺ എന്ന് പറയാം. NaClൻ്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചോ, NaCl Na+Cl അല്ലേ? അതിനകത്ത് കാറ്റയോണും ഉണ്ട് ആനയോണും ഉണ്ട്. Na+ എന്ന് എഴുതുമ്പോഴും Cl- എന്ന് എഴുതുമ്പോഴും രണ്ടും കാറ്റയോണായിട്ട് നമുക്ക് എഴുതാം, ആനയോണായിട്ട് എഴുതാം. അപ്പം അവർ തമ്മിൽ വിഘടിപ്പിക്കാൻ ആവശ്യമായ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ലാറ്റിസ് ഊർജം എന്ന് പറയുന്നത്. ഓക്സൈഡുകൾ ജലവിശ്ലേഷണ വിധേയമായി ഹൈഡ്രോക്സൈഡുകളായി മാറുന്നു. അതുപോലെ തന്നെ ശുദ്ധമായ ഓക്സൈഡുകളും പെറോക്സൈഡുകളും എങ്ങനെയാണ്? നിറമില്ലാത്തവയുമാണ്. സൂപ്പർ ഓക്സൈഡ് പക്ഷേ എങ്ങനെയാണ്? സൂപ്പർ ഓക്സൈഡുകൾ ഓറഞ്ച് യെല്ലോ കളറിൽ കാണപ്പെടുന്നു. അതായത് സൂപ്പർ ഓക്സൈഡ് എങ്ങനെ? പാരാമാഗ്നറ്റിക് ആണ്, അല്ലെങ്കിൽ പ്രതികാന്തിക സ്വഭാവം കാണിക്കുന്നവരാണ്. അവരെങ്ങനെയാണ്? ഓറഞ്ച് യെല്ലോ കളറിൽ കാണപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടം വരെ പറയുന്നുള്ളൂ. എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ക്ലാസ് തീർന്നതല്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിപ്പം ഞാൻ ക്ലാസ്സിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തത്. കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട്. അതപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.